പ്രധാനമന്ത്രിയുടെ തൊഴിൽദാന പദ്ധതിയിൽ നിന്നും ലോൺ എടുത്ത പട്ടികജാതി കുടുംബം ജപ്തി ഭീഷണിയിൽ. കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശി അജയനും കുടുംബത്തിനുമാണ് IOB ബാങ്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വൃക്കരോഗത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിയുകയാണ് ഈ നിർധന കുടുംബം ഇപ്പോൾ. 3 വർഷം മുൻപാണ് തയ്യൽക്കട തുടങ്ങാൻ പ്രധാനമന്ത്രിയുടെ തൊഴിൽദാന പദ്ധതിയിൽ നിന്നും അജയനും കുടുംബവും ലോൺ തരപ്പെടുത്തിയത്. എന്നാൽ അജയന്റെ വൃക്കകൾ തകരാറിലായതോടെ ഇവരുടെ പ്രതീക്ഷ താളം തെറ്റി. പിന്നാലെ അജയന്റെ ജീവൻ രക്ഷിക്കാൻ ഭാര്യ ലത വൃക്ക നൽകിയതോടെ ചികിത്സയടക്കമുള്ള ചിലവുകൾ നടത്തുവാൻ ഈ കുടുംബത്തിന് സാധിക്കാതെ വന്നു. ഇതിനിടെ ലോൺ തിരിച്ചടവും മുടങ്ങി. 1.5 ലക്ഷം രൂപയുടെ ലോൺ ഇപ്പോൾ പലിശയടക്കം 3.5 ലക്ഷത്തിലധികമായി. ഇതോടെ ജപ്തി ഭീഷണിയും അജയനെ തേടിയെത്തി. അത് പല പ്രാവശ്യം ഞങ്ങൾ ബാങ്കിൽ പോയി അവരോട് ബന്ധപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീമായത്. നമ്മളിവിടെ കാണേണ്ട നേതാക്കന്മാരും മുഖ്യമന്ത്രി എല്ലാവരും പോയി കണ്ടെങ്കിൽ നമുക്കൊരു ഇതും കിട്ടുന്നില്ല. നമുക്ക് ആപ്പാടെ പിള്ളേരെ വിദ്യാഭ്യാസവും മറ്റുള്ള കാര്യങ്ങളും ചിലവും മാസം 12,000 രൂപ മരുന്ന് വേണം. കാരുണ്യമതികളുടെ സഹായത്താലാണ് ഇപ്പോൾ ഇവരുടെ ജീവിതം മുൻപോട്ട് നീങ്ങുന്നത്. നല്ലവരായ നാട്ടുകാർ സഹായിക്കുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ് റേഷൻ കടയിൽ നിന്ന് 25 അരി ഉള്ളതുകൊണ്ട് പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകുന്നു. പറക്കമുറ്റത്ത 3 കുട്ടികളും കുടുംബവുമായി അജയൻ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. രോഗത്തിൻ്റെ വേദനയുമായി ജീവിതം തള്ളി നിൽക്കുമ്പോഴാണ് ജപ്തി ഭീഷണി അജയൻ്റെ തലയ്ക്ക് മുകളിൽ വാളോങ്ങി നിൽക്കുന്നത്. ക്യാമറമാൻ ലിബിൻ കെ ഉമ്മനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോട്ടയം.